ഗുഡ് മോർണിംഗ് അമൽ. അങ്ങനെ വളരെ ആശ്വാസം നൽകിക്കൊണ്ട്, വളരെ ആശ്വാസം എന്ന് പറയാമോ എന്നറിയില്ല, കാരണം 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നത് മാത്രമാണ്. തുടരന്വേഷണവുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം വച്ചിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും? സിദ്ദിഖിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്താനുള്ള നടപടിയിലേക്കാണ് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘം ഇന്ന് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും. അതിനുശേഷം നോട്ടീസ് നൽകി സിദ്ദിഖിനോട് ഹാജരാകാൻ ആവശ്യപ്പെടും. ഹാജരായിട്ടുണ്ടെങ്കിൽ നടപടിക്രമം എന്ന നിലയ്ക്ക് മൊഴി രേഖപ്പെടുത്തി, അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി വിടേണ്ടി വരും. കാരണം അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം 2 ആഴ്ചത്തേക്കാണ് ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. അതുവരെയും അറസ്റ്റ് ഒരു നടപടിയിലേക്ക് കടക്കരുത് എന്നും അഥവാ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിദ്ദിഖിന് ജാമ്യം നൽകി വിട്ടയക്കണമെന്നുള്ളതുമാണ് തീരുമാനം. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ അതൊരു ഇടക്കാല ജാമ്യമായി മാറുകയാണ്. കാരണം ഇടക്കാല ജാമ്യം എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒരു ആശ്വാസം സിദ്ദിഖിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഒന്നുകിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ, അന്വേഷണ സംഘമുള്ള സ്ഥലത്തോ സിദ്ദിഖിന് ഹാജരാകേണ്ടി വരും. അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നേരിട്ട് ഈ നോട്ടീസ് നൽകുന്നതിന് മുൻപ് സിദ്ദിഖ് ഹാജരാകാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ ഹാജരാകാനുള്ള ഒരു നീക്കം കൂടി സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊച്ചിയിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെയോ സിദ്ദിഖ് ഹാജരാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അങ്ങനെ ഹാജരായിട്ടുണ്ടെങ്കിൽ കൂടി നടപടിക്രമമെന്നോണം അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. അതിനുശേഷം വിട്ടയക്കേണ്ടി വരികയും ചെയ്യും. അന്വേഷണമായി സഹകരിക്കാം എന്നുള്ളത് സിദ്ദിഖിന്റെ അഭിഭാഷകനും ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിദ്ദിഖ് ഇരട്ടത്താണ്, എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇതിന് മുൻപ് അറസ്റ്റ് ചെയ്യാനുള്ള അവസരം പോലീസിന് മുൻപാകെ ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ദിഖ് ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം നിഷേധിച്ചതോടുകൂടി സിദ്ദിഖിനെ പിന്നീട് കാണാതാകുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് എവിടെയെന്ന് ഒരു വിവരവും പോലീസിന് ഇല്ലാത്ത അവസ്ഥയിൽ പോലീസ് നിൽക്കേണ്ടി വന്നു. വലിയ തോതിലുള്ള വിമർശനവും പോലീസ് വിഷയത്തിൽ കേട്ടതാണ്. പക്ഷേ ഇന്നലെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചിട്ട് കൂടി സിദ്ദിഖ് പോലീസിന് മുൻപാകെ ഹാജരാകാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്നെന്തായാലും ഇതിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മോത്തി. ശരി അമൽ. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും രാഗൻ ചേർന്നുണ്ട്, സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നിന്നും. രാഗൻ, നമസ്കാരം. ഇത്രയും ദിവസം വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അവിടുത്തെ ജോലിക്കാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല, പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, ഒരു അന്വേഷണവും നടന്നതായി നമുക്കറിയില്ല. അന്വേഷണം എന്ന് പറയുമ്പോഴും ഇപ്പോഴും സിദ്ദിഖ് മറവിൽ തന്നെയാണ്. ആ വീട്ടിൽ എന്തെങ്കിലും ആളനക്കമുണ്ടോ? സിദ്ദിഖ് ആ വീട്ടിലെത്തിയതായി എന്തെങ്കിലും ഒരു സൂചന നമുക്കുണ്ടോ? മോർണിംഗ്, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സിദ്ദിഖ് ഒളിവ് ജീവിതത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നൊരു ആശ്വാസം, അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ജാമ്യം ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ സിദ്ദിഖ് ഈ ഒളിവ് ജീവിതം അവസാനിപ്പിക്കും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കുട്ടമശ്ശേരിയിലെ സിദ്ദിഖിൻ്റെ വീടാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സിദ്ദിഖ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും സിദ്ദിഖ് ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, സൂചനകൾ അനുസരിച്ച് സിദ്ദിഖ് ഉടൻ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുമെന്നും അതോടൊപ്പം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നുമാണ് വിവരം. അന്വേഷണ സംഘത്തിന് മുന്നിൽ വോളണ്ടറിയായി സാധാരണഗതിയിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കുക എന്ന നടപടിക്രമമുണ്ട്. പക്ഷേ അതിനു മുൻപായി തന്നെ ഇപ്പോൾ ഇടക്കാല ജാമ്യം, അതായത് അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ വോളണ്ടറിയായി ഹാജരാകാനായിരിക്കും ഒരുപക്ഷെ നീക്കം. കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ അഭിഭാഷകരും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ ശേഷം സിദ്ദിഖ് ഒളിവിൽ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. 7 ദിവസമായി ഒളിവിലായിരുന്നു. ഇന്ന് 8ാമത്തെ ദിവസമാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായിരുന്നു, സുപ്രീം കോടതി ബെയിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു തുടർ നടപടി എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്ന് തന്നെയായിരിക്കും. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്താം, തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാം. ആ നടപടിക്രമങ്ങൾക്ക് വിധേയമാകുക എന്നത് തന്നെയായിരിക്കും ഒരുപക്ഷെ സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം. മറ്റ് നടന്മാരും, പ്രതികളായിട്ടുള്ള മറ്റ് നടന്മാരും ആ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും വീട് അടഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ സിദ്ദിഖ് എത്തിയിട്ടില്ല. പടമുകളിലും സിദ്ദിഖിന് വീടുണ്ട്, അവിടേക്കും സിദ്ദിഖ് ഇതുവരെ വന്നിട്ടില്ല. ഈ കഴിഞ്ഞ 7 ദിവസം എവിടെയായിരുന്നു എന്ന കാര്യവും പ്രധാനപ്പെട്ടതാണ്. കാരണം പോലീസ് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ കാര്യമായ ഒരു ഇടപെടലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് തൊട്ട് മുൻപായി സിദ്ദിഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവസാന നിമിഷം ഒരു പ്രതീതി ഉണ്ടാക്കിയിരുന്നു. ഇതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ താരത്തിൻ്റെ ഭാഗത്തുനിന്ന്, സിദ്ദിഖിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ചില
പ്രതികരണങ്ങൾ ഒക്കെ നടത്താറുള്ള സിദ്ദിഖ്, അമ്മയുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു, ആ നിലയിൽ ഉൾപ്പെടെ കാര്യങ്ങളുമായി ഇടപഴകിയിരുന്ന സിദ്ദിഖ് കഴിഞ്ഞ 7 ദിവസം എവിടെയായിരുന്നു എന്ന ചോദ്യവും മുന്നിലുണ്ട്. ആ 7 ദിവസം പോലീസ് വ്യക്തമാക്കുന്നത് സിദ്ദിഖ് ഒളിവിലാണ് എന്നടക്കം പറയുമ്പോഴും എവിടെയായിരുന്നു, എന്തായിരുന്നു നീക്കം എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. ലഭിക്കുന്ന വിവരം കൊച്ചിയിലും കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെയായി സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അതിനിപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതായാലും അതിലൊരു വ്യക്തതയും കൂടി വരേണ്ടതുണ്ട്.